ഹായ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം കാണുന്നുണ്ടോ? അതെ, 12:45 പാതിരാത്രി. ഇപ്പോഴാണ് റസ്മലായി ഉണ്ടാക്കാൻ തോന്നുന്നത്. സംഭവം റസ്മലായി ഉണ്ടാക്കാനൊരു പ്ലാൻ മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ അതായി ഇപ്പോൾ പിന്നെയും കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ 2 ബോട്ടിൽ പാലുണ്ട്, ഒരു 930 ml, 1 ലിറ്റർ അല്ല. അപ്പോൾ ഈ 2 നമ്മൾ ആദ്യം തിളപ്പിക്കുന്നു. ഈ പനീറൊക്കെ ഉണ്ടാക്കില്ലേ, സെയിം പ്രോസസ്സ്. ആദ്യം തന്നെ പാലൊക്കെ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചു. തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പാല് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. എന്നിട്ട് ഞാൻ ചൂടാക്കിയപ്പോൾ തന്നെ കുറച്ച് വിനീഗറാണ് ഒഴിച്ചത്, സോ ദാറ്റ് അതിങ്ങനെ പിരിഞ്ഞ് വരുമല്ലോ. ദാറ്റ് ഇസ് പനീർ ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയർ. സാധാരണ നമ്മൾ നാരങ്ങ നീര്, വിനീഗർ അല്ലെങ്കിൽ തൈര് ഏതാച്ചും ഉപയോഗിക്കാം. കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അത് ഒരു ക്ലോത്തിൽ ഡ്രെയിൻ ചെയ്തെടുത്തു. എന്നിട്ട് ഈ കട്ട മാത്രമായിട്ടും ആൻഡ് വാട്ടർ നമ്മൾ കളയും കേട്ടോ, വാട്ടർ യൂസ് ചെയ്യുന്നില്ല. ആഫ്റ്റർ ദാറ്റ് ഇത് കുറച്ച് നേരം ഒന്ന് കൂളാവണം, കാരണം ഈ ചൂടോടെ നമുക്കിത് കുഴയ്ക്കാൻ പറ്റില്ല, കാരണം അടുത്ത സ്റ്റെപ്പ് കുഴയ്ക്കലാണ്. എന്നിട്ട് ഞാൻ കുറച്ചധികം നേരം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതാ കണ്ടില്ല, ഇങ്ങനെ കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 വട്ടം ഡ്രെയിൻ ചെയ്തിട്ടാട്ടോ 2 കട്ടയായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഇത് 2 കൂടെ ഇങ്ങനെ കുഴച്ച് നമ്മൾ ഒരു സോഫ്റ്റ് ആക്കണം. ഞാൻ എത്ര കുഴച്ചിട്ട് എനിക്ക് വല്ലാതെ അത് സോഫ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിക്കാം, പക്ഷേ രാത്രി ആയതുകൊണ്ട് ഇവിടെ എനിക്ക് മിക്സി യൂസ് ചെയ്യാൻ കഴിയില്ല, ഇറ്റ്സ് നോട്ട് അലൗഡ്. അതുകൊണ്ട് ഞാൻ പിന്നെ മിക്സി ഒന്നും ഉപയോഗിക്കാതെ ഞാൻ തന്നെ പതുക്കെ അത് ചെറുതായി കുഴച്ച് കുഞ്ഞ് ഇതാക്കി എടുത്തു കഴിഞ്ഞു. നിങ്ങളിങ്ങനെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ അമർത്തി എടുത്താൽ മതി. ഇങ്ങനെ ചെറിയ കോയിൻ പോലെ. ആൻഡ് നമ്മൾ സൈസൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാൻ കുറച്ച് അധികം ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് മാക്സിമം ചെറുതാക്കി ചെയ്തത്. കാണുമ്പോൾ ഒരു ഇഡ്ഡലി പരുവം പോലെ. അപ്പോൾ നമ്മൾ ഈ സാധനം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് അത്ര കറക്റ്റ് ഇതിലൊന്നും അല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ഞാൻ കുഞ്ഞാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് പഞ്ചസാര, ഞാൻ 1 സ്പൂൺ, ഇത് ഞാൻ കുഴച്ച ഈ പാത്രത്തിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇത് ഓരോന്നായിട്ട് തിളച്ചതിന് ശേഷം ഇടും. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു 1 to 2 minutes ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഞാൻ അത് മാറ്റി വയ്ക്കും. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നു. ആൻഡ് വെള്ളം തിളയ്ക്കുമ്പോൾ ഞാൻ ഓരോന്നായിട്ടു. ആൻഡ് ഇത് മുഴുവൻ ഒരൊറ്റ ഇതിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ 2 times ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് 2 minutes ആണ് ഞാനിങ്ങനെ തിളപ്പിച്ചത്. അതിനുശേഷം ഞാനിത് പയ്യെ എടുത്തായിരുന്നു. യൂഷ്വലി നമ്മൾ സാഫ്രോൺ യൂസ് ചെയ്തിട്ടാണ് ഈ മഞ്ഞ കളർ വരുത്തിക്കുക, പക്ഷേ എൻ്റെ കയ്യിൽ സാഫ്രോൺ ഇല്ലാത്തത് കൊണ്ടും മോൾഡോയിൽ അത്ര അവൈലബിലിറ്റി ഞാൻ കാണാത്തത് കൊണ്ട് ഞാൻ ലേശം മഞ്ഞപ്പൊടിയാണ് ഇട്ടത്. ടേസ്റ്റിനല്ല, ജസ്റ്റ് കളറിന്. ഓക്കെ, അപ്പം നമ്മളിനി പാല് നന്നായിട്ടൊന്ന് കുറുക്കാൻ വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇതിലിനി ഓരോ സാധനങ്ങളിടാം, കാർഡമം, അങ്ങനെ കുറച്ച് നട്ട്സ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് ഇത് ഇടും. പാലൊന്ന് ചൂടായി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാൻ തുടങ്ങി. ആൻഡ് അതിനുശേഷം ഏലക്കയാണ് ഇട്ടത്. ഏലക്ക ഞാൻ ചതച്ചിട്ടാട്ടോ ഇട്ടത്. ആൻഡ് ദെൻ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ച ബദാം കുറച്ചധികം ഉണ്ടായിരുന്നു, കാരണം അതിൻ്റെ കൂടെ യൂഷ്വലി ബദാം മാത്രമല്ല ഇടുക, പിസ്തയും കൂടെ ഇടും. പക്ഷെ എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബദാം മാത്രം ഇട്ടത്. അങ്ങനെ ബദാമും കൂടെ ഇടുക. കുറച്ചും കൂടെ തിളച്ചിട്ട് കുറച്ചും കൂടെ കുറുകിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇനി നേരത്തെ നമ്മൾ ആക്കി വെച്ച മലായി ഇടാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഇതിലും ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഇസ്, ഇതിന് ടേസ്റ്റ് വരില്ല, ജസ്റ്റ് ഫോർ കളർ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഫ്രോൺ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആൻഡ് ദെൻ ഞാൻ മലായി ഒക്കെ ഇതിനകത്ത് ഇട്ടു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കോൾഡ് ആയതിന് ശേഷമാണ് ഞാൻ എടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് റിയലി നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആ മലായിൽ ഫുള്ള് ഫ്ലേവറും കയറിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. So thank you for watching. See you all soon with more videos, and don't forget to subscribe. Bye bye.